സക്കരിയ സലാഹി സമയമായി എന്ന് എഴുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും കൂടി ഒരാൾ ജിന്ന് അല്ലെങ്കിൽ മലക്ക് എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് ചോദിച്ചാൽ അത് അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്കും അതീതമായി ആയതിനാൽ ആ തേട്ടം ശിർക്കാണെന്നും, ശിർക്കാണ് എന്ത്, എനിക്ക് പാപം പുറത്തു തരാൻ പറ്റും, അത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ മലക്കിന് അല്ലെങ്കിൽ ജിന്നിന് എല്ലാം ഞാൻ പുറത്തിരിക്കുന്നു, അയാളോട് ചെയ്ത കുറ്റമല്ല അള്ളാഹുവിനോട് ചെയ്ത കുറ്റം, ആ തെറ്റുകൾ ഞാൻ പുറത്തിരിക്കുന്നു എന്ന് പറയാൻ അധികാരമുണ്ടെന്ന് വിചാരിച്ച് ചോദിച്ചാൽ ശിർക്ക് തന്നെയാണ്. ശരി, എന്നാൽ എൻ്റെ ശബ്ദം ജിന്ന് കേൾക്കുമെന്ന് അവർക്ക് അവരുടെ കഴിവിൽപ്പെട്ട ഇത് ചെയ്തു തരാൻ സാധിക്കുമെന്ന് വിചാരിച്ച് ജിന്നെ എൻ്റെ കാറ് ഒന്ന് നീക്കിത്തരണേ എന്ന് ചോദിച്ചാൽ അത് അഭൗതികമല്ലെന്നും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമാണെന്നും അതുകൊണ്ട് അങ്ങനെ ഒരാൾ തേടിയാൽ അത് ശിർക്കല്ലെന്നും ആ ചോദ്യം ഒരു പൊട്ടത്തരം ആണെന്നുമുള്ള ജബ്ബാർ മൗലവിയുടെ വാദം തെറ്റല്ലേ? ജബ്ബാർ മൗലവി ജിന്നിനോട് തേടാനും കാറ് തള്ളിത്തരാനും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഇങ്ങനെ ഒരു ഹദീസുണ്ട്. ആ ഹദീസിന് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള മൗഖൂഫ് ഹസനാണ്. ആ ഹസൻ അനുസരിച്ച് പറഞ്ഞവർ ഞാൻ അങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല. പറഞ്ഞത് ഇങ്ങനെ ഒരു ഹദീസുണ്ട്. ആ ഹദീസിന് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള മൗഖൂഫ് ഹസനാണ്. ആ ഹസൻ അനുസരിച്ച് പറഞ്ഞവർ ഞാൻ അങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല. ഇസ്ലാഹിൽ ഞാൻ എഴുതിയ ആ വിഷയമുണ്ടല്ലോ, ആ ലേഖനം, ഈ ചർച്ചയാക്കിയ വിഷയം ലേഖനം, ആ ലേഖനത്തിൽ ഇങ്ങനെ ഒരു ഹദീസിനെ കുറിച്ച് മുന്തിയിട്ടില്ല. പിന്നെ ആ ഹദീസ് വൈഫാണ്, ആ ഹദീസ് ദുർബലാണ് എന്നും പറഞ്ഞുകൊണ്ട് കേൾക്കുന്നവരിങ്ങനെ കൊട്ടി ഘോഷിച്ച് നടക്കുക എന്നല്ലാതെ ഹദീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല. പറഞ്ഞത് ഇങ്ങനെ ഒരു ഹദീസുണ്ട്. ആ ഹദീസിന് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള മൗഖൂഫ് ഹസനാണ്. ആ ഹസൻ അനുസരിച്ച് പറഞ്ഞവരുണ്ട്. ചോദ്യമായിട്ട് നമ്മളടുത്തേക്ക് മുമ്പ് ടാഗോർ ഹാളിൽ വരെ ഇത് സംഭവം നമ്മൾ മുഖാമുഖം നടത്തുമ്പോൾ അവിടെ വരെ ചുഞ്ഞാൾ ചോദിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, അതാ വായിക്കാൻ പോകുന്നില്ല. അങ്ങനെ അത് അക്കാലത്ത് തന്നെ ഇത് പണ്ഡിതന്മാർ എഴുതി നേരത്തെ അവിടെ വായിച്ചല്ലോ. പിന്നെ ഷൗക്കാനി എഴുതിയതൊക്കെ വായിച്ചു. സംഭവം അതെന്നല്ല, കാറ് തള്ളിത്തരട്ടെ എന്ന് കഴിവപ്പെട്ടതായിരിക്കാം. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞ് എല്ലാം ശ്രദ്ധിക്കണം. അതിൻ്റെ മുമ്പ് ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയതാണ്, മുമ്പ് ഇവിടെ നടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, അതിൽ പ്രാർത്ഥനയില്ല എന്നാണ്. പ്രാർത്ഥന ഇല്ല എന്നോ ഇത് പറഞ്ഞതോ പൊട്ടത്തരാണ്. കാരണം എന്തുകൊണ്ടാ? മലക്കുകളെ അള്ളാഹു ഒരു ഏർപ്പാടിന് നിശ്ചയിച്ചാൽ അതാണ് അവർ ചെയ്യുക. വേറുള്ളവര് എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യാൻ ഏൽപ്പിക്കുന്ന, ഒരു പക്ഷേ മരുഭൂമിയിൽ കാവിനെ ഏൽപ്പിച്ചവരും വേറുള്ള ആവശ്യങ്ങൾക്ക് ഏൽപ്പിച്ചവരുണ്ടാവും. അവരെ ഏൽപ്പിച്ച പ്രവൃത്തി അവരെടുക്കും. അതുകൊണ്ട് കാല് തള്ളിത്തരാം, മലക്കുകൾ അള്ളാഹു ഏൽപ്പിച്ച ജോലിയാണ് നിർവഹിക്കുക. അതുകൊണ്ട് അത് പൊട്ടത്തരവുമാകുന്നു.